എല്ലാവർക്കും ഏൺമാർക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏൺമാർക്സ്, your perfect learning partner. അപ്പോൾ നമ്മുടെ എക്സാം അല്ലെ 2025 ഒക്ടോബർ ബാച്ചിന്റെ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ല. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഡ് ആയിട്ടില്ല, ടൈം എൻഡ് ആയില്ല. അപ്പോൾ നമ്മൾ ഇനി എക്സാം എങ്ങനെയാണ് നമ്മൾ ഒരു പേടിയും ഇല്ലാണ്ട് ഒരു ടെൻഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് നേരിടാൻ പോകുന്നുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ് നമ്മുടെ അശ്വതി ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പേടിയില്ലാണ്ട് എങ്ങനെയാണ് എക്സാമിനെ മുന്നോട്ട് നയിക്കാനുള്ള എങ്ങനെയാണ് അത് പറയുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതുവരെ നിങ്ങൾ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15-നാണ്. 15-ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് +2 എക്കണോമിക്സ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കൊമേഴ്സ് ബാച്ചിനാണ് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമുക്ക് 9 മണി മുതൽ 12 മണി വരെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ ഈ 9 മണിക്ക് തന്നെ നിങ്ങൾ എന്താ പറയുക ലിങ്കിൽ കയറുക. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറുക. കറക്റ്റ് 9 മണിക്ക് കയറി ഒരു 9:05 9:10 ആകുമ്പോഴേക്കും നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതല്ലാതെ 9:30 വരെ സമയം ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ 9:25-ന് വന്നിട്ടല്ല ലോഗിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ലോഗിൻ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് 9 to 9:30. അതായത് 9 മണിക്ക് തന്നെ നിങ്ങൾ കയറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ OTP വെരിഫിക്കേഷൻ ചെയ്ത നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ എല്ലാം അടിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 9 മണി മുതൽ 12 മണി എന്ന് പറഞ്ഞതിൽ ചിലപ്പോൾ നിങ്ങൾ ഫോണിലാണ് ചെയ്യണത്, അതല്ല നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ കാണിക്കുക 12:30, അത് 12:30 വരെ ടൈം ആയിരിക്കും ചിലപ്പം കാണിക്കുന്നുണ്ടാവുക. നിങ്ങൾ അത് ഫോക്കസ് ചെയ്തിരിക്കും. പക്ഷെ അത് ഒരിക്കലും നോക്കരുത്. നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് 9 മണി മുതൽ 12 മണി വരെയാണ് നിങ്ങളുടെ എക്സാം ടൈം. അതായത് 3 ഹവറേ നിങ്ങൾക്ക് എക്സാമിനുള്ളൂ. അതിൽ നിങ്ങൾ കറക്റ്റ് ഒരു 11 മണി അതല്ലെങ്കിൽ 11:30 മാക്സിമം 11:30-ക്കുള്ളിൽ തന്നെ നിങ്ങൾ എക്സാം സബ്മിറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒരു 30 മാർക്കോളം OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി കുറച്ച് ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്തവർക്ക് ഒരു അനുഭവം വന്നിട്ടുണ്ടാവുക. അത് 1 വേർഡ് ക്വസ്റ്റ്യൻസിലായിരിക്കും മോക്ക് ടെസ്റ്റിൽ ഡിസ്ക്രിപ്റ്റീവിന്റെ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പബ്ലിക് എക്സാമിന് അങ്ങനെയല്ല ഉണ്ടാവുക. പബ്ലിക് എക്സാമിന് എന്താ പറയുക, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് 2 മാർക്കിന്റെ ഒരു 3-4 വരിയിൽ എഴുതുക, 3 മാർക്കിന്റെ കുറച്ചും കൂടി ഒരു 4-5 വരി, ഒരു 5 മാർക്കൊക്കെ ആകുമ്പോൾ ഒരു 5-8 വരിയിൽ എഴുതിയിട്ട് നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ട് എന്താ പറയുക നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട സമയവും പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. 12 മണി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഒരു 11:45 ആകുമ്പോഴത്തേക്ക് സബ്മിറ്റ് ചെയ്യാം. ഇപ്പൊ പകുതി ആൻസർ എഴുതിയെന്ന് വിചാരിക്കുക, എന്നാലും വേണ്ടില്ല, സബ്മിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഇഷ്യൂ വന്നിട്ടുണ്ട്, നേരം വൈകി സബ്മിറ്റ് ചെയ്തു, പക്ഷെ ഭാഗ്യവശാൽ അവർ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുവരെ കാത്തു നിൽക്കാണ്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ കയ്യിൽ ആൻസർ ഉള്ളത് അത് കറക്റ്റ് ആയിട്ട് 11:45 ആകുമ്പോഴത്തേക്കും സബ്മിറ്റ് ചെയ്യാം. 11:45 വരെ നിൽക്കരുതെന്നാണ് ഒരു ഇത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്ക് ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യണ സമയത്ത് നിങ്ങൾ ബാക്ക് പോകുന്നുണ്ട്. ഈ ബാക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഫോൺ നമ്പർ ഇതെല്ലാം അടിച്ചു കൊടുക്കാൻ തന്നെ ഒരു 5 മിനിറ്റ്. കാരണം ആ ഒരു അവസാന നിമിഷത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പാനിക് ആവും, ഒരു ടെൻഷൻ വരും. അപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം നിങ്ങൾ മാക്സിമം എത്രത്തോളം നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം എന്ന് കരുതി നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഒന്നും വിട്ടിട്ട് പോവുകയും ചെയ്യരുത്. നന്നായിട്ട് എഴുതിയാൽ നല്ല മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാവും. ഒരു 70-80% മാർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വെറും OMR മാത്രം അറ്റൻഡ് ചെയ്ത് പോവാതെ മാക്സിമം നോക്കുക. OMR മാത്രം അറ്റൻഡ് ചെയ്ത് പോയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ്സാവും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം, ഹയർ സ്റ്റഡീസിന് പോകണം, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ല വൃത്തിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ആൻസേഴ്സ് ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 11 മണി വരെയൊക്കെ എഴുതാനുള്ളതേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ കുറേ നേരം എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്ത് വേഗം ചെയ്യുക. എന്നിട്ട് ഒരു 11 മണി ഒരു 11:15 തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അവസാന നിമിഷത്തേക്ക് വെക്കുമ്പോൾ ഇത് ഉറപ്പായിട്ടും ബാക്ക് പോകും. കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവർക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബാക്ക് പോവാ എന്നുള്ള കംപ്ലൈന്റ് ആണ് എല്ലാവരും പറയുന്നത്. അതേ സംഭവം നിങ്ങൾ പബ്ലിക് എക്സാമിന് ഫേസ് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് നേരത്തെ എന്താ പറയുക അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾ വീണ്ടും ബാക്ക് അടിച്ച് ഇതെല്ലാം ഡീറ്റെയിൽസ് അടിച്ച്
പോയിട്ട് നെക്സ്റ്റ് അടിച്ച് പോകണം നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് നിങ്ങളോട് 11-11:30 ആകുമ്പോഴേക്ക് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. വൺ വേർഡിൽ മാക്സിമം ഇരിക്കാണ്ടിരിക്കുക. ഒരു 20 മിനിറ്റ് ഒരു 15 മിനിറ്റോടുകൂടി വൺ വേർഡ് വേഗം തീർക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്റ്റീവിലേക്ക് മാറ്റി എഴുതുക. വേഗം ഒരു 11:45 ആകുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് തീരെ വൈകരുത്. അപ്പം തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അതാത് കൗൺസിലേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഒന്ന് രജിസ്ട്രേഷൻ ഐ ഡി പോയി നോക്കും. ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ ഫോൺ നമ്പർ, അതൊന്ന് ആദ്യം നിങ്ങൾ എക്സാം തുടങ്ങുന്ന മുന്നായിട്ട് നിങ്ങൾ എന്ത് എഴുതി വെക്കുക. രജിസ്ട്രേഷൻ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങൾ ഏതാണ് OTP വെരിഫിക്കേഷൻ ചെയ്ത നമ്പർ, അത് എഴുതി വെച്ച ശേഷം അത് നോക്കിയിട്ട് ഓരോന്നായിട്ട് അടിച്ചിട്ട് എക്സാമിന് എഴുതുക. പിന്നെ ബാക്കോട്ട് പോവുക, മുന്നോട്ട് വരാ, പരിപാടി നടക്കരുത്. കാരണം ഇത് പബ്ലിക് എക്സാം ആണ്. അപ്പോൾ അതേ ഗൗരവത്തിലൂടെ വേണം നിങ്ങൾ എക്സാമിന് നോക്കിയിരിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ 2 ഓപ്ഷനാണുള്ളത്. ഇമേജസ് ആയിട്ടും അപ്ലോഡ് ചെയ്യാം, PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഇമേജസിൽ തന്നെ കൊടുത്തു, എന്നിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക, അത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. PDF ചെയ്യണതിലേക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ടെന്നല്ല, 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇമേജസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണിൽ വേണം നിങ്ങൾ എക്സാം എഴുതാൻ. അതായത് iPhone ആണ് ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവുക. ആ iPhone വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പം എറർ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് എക്സാം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിലും മാക്സിമം ആൻഡ്രോയിഡ് ഫോൺ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംഘടിപ്പിക്കുക. ആ ടൈമിൽ നിങ്ങളത് ആൻഡ്രോയിഡ് ഫോൺ കണ്ടുപിടിച്ച് എന്താ പറയുക, നിങ്ങളുടെ വീട്ടിലൊക്കെ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ വീട്ടിലുള്ള ആരുടെയെങ്കിലും ആ സമയത്തൊന്ന് മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ലൊക്കേഷൻ ഓൺ ആക്കി കേട്ടോ. അത് ഫസ്റ്റ് അത് നമ്മൾ ഓൾറെഡി കയറുന്നതിന് മുന്നായിട്ട് ലൊക്കേഷനൊക്കെ ഓൺ ആക്കിയിട്ട് സ്ലോ ആയിട്ട് സാവധാനം ഒരു സമാധാനത്തോട് കൂടി കയറുക. ടെൻഷനൊന്നും അടിക്കേണ്ട, എന്തായാലും പാസ്സാവും. ആ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതെ, ഞങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും, നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവും. പക്ഷേ ഇവള് പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ നിങ്ങൾ ഓൺ ആക്കി വെക്കാൻ മറന്നു പോരുത്. എല്ലാവർക്കും പ്രശ്നമാണ്. എന്താണ് ഈ ലൊക്കേഷൻ്റെ പ്രശ്നത്തിലാണ് കുറേ പേർക്ക് അസൈൻമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൊക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറന്നു പോവുകയേ ചെയ്യരുത്. ലൊക്കേഷൻ്റെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബാക്ക് പോകുന്നതും, ഇത് രണ്ടാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അർജന്റ് കോൾ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ടീച്ചേഴ്സ് വിളിക്കും, ഇന്ന എന്തെങ്കിലും ഉണ്ടോ, ആയോ, ഓക്കെ ആയോ, സബ്മിറ്റ് ചെയ്തത്, അപ്പോൾ ആ കോൾ എടുക്കാം. ബാക്കി ഒരു കോളും നിങ്ങൾ എന്ത് ചെയ്ത് മാക്സിമം നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് വെക്കാൻ, ഞാൻ എക്സാമിലാണെന്നോ അങ്ങനെ എന്തെങ്കിലും ബിസിയിലാണെന്നോ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നൊക്കെ, അല്ലാണ്ടുള്ള ഒരു പരിപാടി ഇതിലൂടെ നടക്കരുത്. അതെ, ഫോൺ സൈലന്റ് ആക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ അതൊരു വാർണിംഗ് മെസ്സേജ് ആയിട്ട് വരും. അതേപോലെ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പുറകിലൂടെ ആരെങ്കിലും പോവോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ആ ക്യാമറയിൽ നിന്ന് മാറുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വാർണിംഗ് വരും. അങ്ങനെ ഒരു 10-15 വാർണിംഗ് മെസ്സേജ് കണ്ടിന്യൂസ്ലി വരികയാണെങ്കിൽ നിങ്ങൾ ഡിബാർ ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾ അടച്ചിരിക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങളുടെ പുറകിലൂടെ ഒന്നും ആരും പോകാൻ പാടില്ല. നിങ്ങൾക്ക് കോള് വരാതിരിക്കുക. നിങ്ങൾ ഫോൺ സൈലന്റ് ആക്കി വെക്കുക. നമ്മൾ അക്കാദമിക് കൗൺസിലേഴ്സ് തന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്തോ, നിങ്ങൾ എന്തായെന്നൊക്കെ അറിയാൻ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അല്ലാത്ത കോൾസൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എങ്ങനെ തന്നെ ആണെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഗൗരവത്തിൽ എടുത്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ മുന്നിൽ ഒരു കാര്യം കൂടി പറയാം. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോണവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ പ്രകാരമുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി തന്നെ നിങ്ങൾ മാറ്റി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നന്നായിട്ട് എഴുതുക. നിങ്ങൾക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളും 3 അവർ നിങ്ങൾക്ക് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.